തക്കു സ്റ്റോർ റൂമിൽ നിലത്തി ഇരുന്നിട്ടാണ് എന്താ വെച്ചാല് ഇന്ന് ഫുള്ള് മാങ്ങ പറിച്ചിട്ട് അങ്ങനെ പൈസക്കാരിയായി പോയി എത്ര മാങ്ങിയത് എത്ര വാർപ്പിന്റെ മുകളില് മാങ്ങ പറിച്ച് വാർപ്പിന്റെ മുകളിലെ മാങ്ങ നെയ്ച്ച പറഞ്ഞ അല്ല മാങ്ങ പറിച്ച് ടാങ്കും കഴുകി എല്ലാം സ്വിമ്മിംഗ് പൂളിൽ വെച്ച് കുളിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. സ്വിമ്മിംഗ് പൂളിൽ നിങ്ങൾ ഉദ്ദേശിക്കുമ്പോ അധികമായാലും എന്നാലും ഇത്രയെല്ലാം മാങ്ങ കിട്ടിയില്ലേ? മാങ്ങ ആർക്കെല്ലാം കൊടുത്തേക്കും എല്ലാം പറഞ്ഞുതരാം. ഇതിപ്പോ 4ാമത്തെ ട്രിപ്പാണ് മാങ്ങ പറിക്കുക. ആകെ ഒരു നമ്മളല്ലേ പിന്നെ ഞമ്മക്ക് ഒന്ന് മതി എല്ലാവർക്കും കൊടുക്കുന്നുണ്ടാകും. ഭയങ്കര വർക്കത്തുള്ള ഒരു മാവ് ആശയും ബോധി കേടും മനസ്സിലായി. നമുക്ക് പറിക്കാനും മടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് എത്തിക്കാനും ബുദ്ധിമുട്ടുണ്ടെങ്കിലും കിട്ടുന്നവർ മനസ്സ് സന്തോഷിക്കുന്ന ഒരു അവസരം. കാരണം ഫസ്റ്റ് ഒരിക്കൽ പറിച്ചിട്ട് ഞാന് കൊടുത്തെന്ന് വെച്ചാൽ ഇവരെ ഉമ്മ അങ്ങനെയെല്ലാം കൊടുത്തു. ഇവരെ ഉമ്മ പങ്കന്മാര് അനിയന്മാര് ഏട്ടന്മാര് അവർക്കെല്ലാം കൊടുത്തു. സെക്കൻഡ് പറിച്ചിട്ട് എന്റെ ഉമ്മ കണ്ണൂര് കൊണ്ടുപോയി. തേർഡ് ട്രിപ്പ് പറിച്ചിട്ട് നമ്മള് നെജിച്ചാന്റെ ഉമ്മാന്റെ ഫാമിലിക്ക് കൊടുത്തു. കാരണന്മാർക്കും അമ്മമാർക്കും മുത്തമ്മമാർക്കും കൊടുത്തു. ഫോർത്ത് ട്രിപ്പ് പറിച്ചിട്ട് അത് നമ്മള് വേറെ വളപ്പില വാങ്ങിയിരുന്നു. അത് അളയപ്പാക്കും പിന്നെ അയറ്റെല്ലാം കൊടുത്ത കണ്ണൂർക്കാർക്ക് ഒരു ഇനോ പിന്നെ ഫോർച്യൂണർക്കും കൊടുത്തിട്ടാ. ഉമ്മാക്കും പെങ്ങന്മാർക്കും അമ്മായിക്കെല്ലാം കൊടുത്തിന്. അത് വേറെ അത് നമ്മളെ നാട്ടിൽ പറയാം അപ്പക്കായി വാങ്ങ. ഈ നാട്ടിൽ പറയല് എന്താണ് എന്താ പറയുന്നത് കുണ്ടുക്ക വാങ്ങ അങ്ങനെ പറയും. ആ വാങ്ങക്ക് ഇതിപ്പം 4th 5th എന്നെല്ലാം പറയാ. ട്രിപ്പ് അയൽവാസികൾക്കെല്ലാം കഴിഞ്ഞിട്ട് അയൽവാസികൾക്ക് കൊടുത്തു. എനിക്ക് കുറച്ച് അയൽവാസികളുണ്ട്. പിന്നെ നെയ്ച്ചാലും ഉമ്മാക്ക് എലുമ്പ് കാണുമെന്ന് പറഞ്ഞു മാങ്ങ. ഉമ്മാന്റെ ആശയല്ലേ കൊടുക്കുന്നത്ര കൊടുക്കാം. ഉമ്മാക്ക് കൊടുക്കുന്നത്ര ബർക്കത്താണ്. എന്ന് വെച്ചാല് എത്രയോ പറിച്ചിട്ടും എത്ര കൊടുത്തിട്ടും ഇന്നും ഇനി മാവില് മാങ്ങ ഡബിൾ ഉണ്ട് മാങ്ങ. മഴയാകുമ്പോ പക്ഷെ ഇതെല്ലാം കൈകളെല്ലാം പഴുക്കോട്ടോ. എല്ലാം പറിച്ച് ഞാൻ മതിയാക്കി മതിയേനും പിന്നെ പറിക്കാം മതി അങ്ങനെ പറയുമ്പോ പറിച്ചെടുത്ത് പിന്നെയും വാങ്ങാം. ഞാൻ ചിന്തിക്കുന്ന സംഭവം പറിച്ചെടുത്തതിന്റെ വർക്കത്തിന്റെ മൂന്നോണ്ട് പിന്നെ വളപ്പില് 6 മാവുണ്ടാൽ 6ലും പിടിച്ചിട്ടുണ്ട്. എല്ലാത്തിനും പിടിച്ചിട്ടുണ്ട്. ഞാൻ പഴുത്തത് മാത്രം കുറച്ചിങ്ങോട്ട് മാറ്റി വെച്ചു. കാരണം നമുക്ക് പഴുത്തത് ഇഷ്ടമല്ല. ഉമ്മക്ക് ഇഷ്ടം. ഉമ്മ ഇപ്പൊ ഫുള്ള് ടെൻഷന്. അല്ലാ എന്റെ കണ്ണൂർക്കാർക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ഇത് മാങ്ങല കാണുമ്പോ ഓന്ന് നിറം നടക്കില്ല. കണ്ണൂർക്കാർ ഓർമ്മ വന്നേ. എന്നിട്ട് ഇപ്പൊ പറയുന്നേ ഞാൻ നാളെ വൈകുന്നേരം പോയാലോ എന്തിനാണ് ഈ മാങ്ങ കണ്ണൂർ എത്തിക്കാൻ വേണ്ടിട്ട്. എല്ലാവരും പോവാനുള്ള ഇഷ്ടം കൊണ്ടല്ല കണ്ണൂർ ഈ മാങ്ങ എത്തിക്കാൻ വേണ്ടിട്ട് ഞാൻ നാളെ പോയാലോ. ഞാൻ പൊളിച്ചിട്ട് ഫുള്ള് അടിപൊളി സ്റ്റൈലിൽ നിന്ന് ബാച്ചുട്ടി ഉണ്ടായിരുന്നു. ബാച്ചുട്ടിയും വാർപ്പിന്റെ മുകളിൽ കേറിയത്. ഉമ്മുട്ടിക്ക് ബാച്ചുട്ടി ഇല്ല ഇതിപ്പോ ഉമ്മക്ക് ഇട്ട് വെക്കുന്നേ കവർ. സത്യം പറഞ്ഞ മാങ്ങ കൊടുത്തു പോയിട്ട് കവർ സാധനമില്ല. ഇതെല്ലാം പഴുക്കും എല്ലാം പഴുക്കും എല്ലാം ഒരെണ്ണം നിലത്ത് വീണതില്ല കേട്ടോ. നമ്മള് മാങ്ങ പറിക്കുന്ന ഇതില് പറിച്ചിട്ട് ഇപ്പൊ നിലത്ത് ഇങ്ങനെ വെച്ചത് മാത്രം എല്ലാം പഴുക്കും. പഴുത്തിട്ട് അതാ ചോന്നിട്ട് വെക്കേ. ഈ മാങ്ങന്റെ പേര് എടുക്കാനില്ല. ഒരുപാട് ആൾക്കാർ ഇപ്പൊ ചോദിക്കുന്ന പേരാണ്. എനിക്ക് കുറെ കമന്റ് ഇടും. അല്ല എനിക്ക് കുറെ ആള് പറയും തക്കോ ഞമ്മക്കും വേണം മാങ്ങ ഞമ്മക്കും വേണം. സത്യം പറഞ്ഞാൽ മാങ്ങ തീരുന്നത് വരെ ഞങ്ങൾക്ക് വീട്ടിൽ വരാൻ മാങ്ങ പറിക്കാം മാങ്ങ കൊണ്ടുപോയി യാതൊരു പിസ്കും ഈ വീട്ടിലില്ല. കാരണം ഉള്ളത് കൊടുക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരിക്കലും അത് ഇല്ലാതായിട്ടില്ല. നമുക്ക് എപ്പോഴും ഇനിയിപ്പോ ചക്ക നമുക്ക് പോയി നമ്മുടെ വീട്ടിൽ നമ്മള് സ്റ്റോർ റൂമിന്റെ ഉള്ളിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ വ്ലോഗ് എടുക്കുന്നത്. ക്യാബിനറ്റിലാക്കി ഫുള്ള് ടോപ്പ് ആക്കി ഞാന് ടോപ്പാക്കിയതാണ്. അതിൽ വിറ്റ് ഈ മാങ്ങ ഇട്ടത് നമ്മ കണ്ടിട്ടില്ലല്ലോ. ഞാൻ സംഭവം കാപ്പിന്റെ മുകളിൽ ഞാൻ കുറെ ദിവസമായി പറയുന്ന നെയ്ച്ചാ നമുക്ക് മാങ്ങ പറിക്കാം നമുക്ക് ഇതൊരൊറ്റൊരു മനുഷ്യൻ ഈ മാങ്ങ പറിക്കാൻ എപ്പോഴും വരുന്നില്ല. ടാങ്ക് വൃത്തിയാക്കാൻ മാങ്ങ പറിക്കാൻ വന്ന് മാങ്ങ കുറെ പറിച്ച് പോയി. ടാങ്ക് വൃത്തിയാക്കിട്ട് ഞാനവിടെ ബാക്കിയായി. അവന്നല്ലേ 4:30 മണിയാകുമ്പോ ഈ ഏണി ഞാൻ വെച്ച് ഞാൻ കേറി. സത്യം പറഞ്ഞ പകുതി എത്തുമ്പോ എന്റെ കൈയും കാലം ഇങ്ങനെ വച്ചു. കാരണം പണ്ടത്തെ പോലെ മെലിഞ്ഞിട്ടല്ലാലും ഇപ്പൊ തടി വെച്ചോണ്ട് താങ്ങുന്നില്ല. തടിയും എന്റെ ഉമ്മ താങ്ങുന്നില്ല. പണ്ടങ്ങ് മെലിഞ്ഞത് വെയിലെല്ലാം കേറുന്നുണ്ടെങ്കിൽ
കേറിയിട്ട് മുകളിലത്തെ പിന്നെ താഴെ പഠിച്ചോനെ ഇത് എങ്ങനെ ഞാൻ ഇറങ്ങപ്പോട്ട് കേറിയില്ലേ പിന്നെ കാണുന്ന നമ്മള് ചുറ്റുമുള്ളതൊന്നും കാണില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഫസ്റ്റത്തെ സീന് നിങ്ങൾ പയ്യല്ലേ കേറിയ ഞാന് അതിന്റെ മുകളിൽ എന്നെ കണ്ടേരോ വീട് താഴെ ഉപ്പാനി മക്കളും നീയാളെ നിക്ക് ഞാൻ വരുന്നേ പേടി എല്ലാവർക്കും പേടിയായി എന്നെ ഒറ്റ കണ്ടിട്ട് പിന്നെ അതിലും വരുന്ന ഇതിലും വരുന്ന ആർക്കൊന്നും തിരിയുന്നില്ലേ മാങ്ങ ഞാൻ നോക്കുമ്പോ പെഴുത്തതല്ലേ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നേ പറിക്കണോ ഏത് പറിക്കണം യേശു ഞാനോ ഇത് പറിക്കണം അത് പറിക്കണം അത്യാവശ്യം പഴുത്തത് 4-5 കൊണ്ടുവന്നേ മോളിന്ന് ഇത് ഉമ്മാക്ക് ഇത് ഉപ്പാക്ക് അത് ഇത് നല്ല കൊടുത്തിട്ടത് ഫസ്റ്റത്തത് ബയ്യ പെഴുത്തതെല്ലാം കണ്ടിട്ട് അടുത്ത് നിലത്തെല്ലാം മാങ്ങ ഇങ്ങനെ മാങ്ങയില്ലേ ലേശ നിലത്തില്ലേ ഇങ്ങനെയല്ല കൊല ഇങ്ങനെ തൂങ്ങുന്നല്ല ആ ഏരെല്ലാം കൊത്തണ്ടോ ചില വീട്ടിലേക്ക് ചാഞ്ഞ് പിന്നെ നമുക്ക് നല്ല കൊറേ ഏരെല്ലാം കൊത്തി ഏതായാലും പാക്ക് ചെയ്ത് ഞാൻ ഫാറൂഖിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് മെരിയോനോടും വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇൻഷാല്ലാ നല്ലൊരു എപ്പിസോഡായിട്ട് വരാം ഇതൊരു മാങ്ങ എപ്പിസോഡായിട്ട് മാറിയല്ല നമ്മള് സന്തോഷം അറിയിക്കുന്നുള്ളൂ നമുക്കിപ്പോ ഇങ്ങനത്തെ നമുക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ മുമ്പിൽ കൊണ്ടുവരാന് നമുക്ക് അതിനൊന്നും സമയമില്ല കാരണം നമുക്ക് നമ്മളതായ തിരക്കുണ്ട് ഞാൻ മാങ്ങ കാണുമ്പോ നേരെ വീഡിയോ എടുത്തിട്ട് വന്ന് തക്കനോട് വ്ളോഗ് ചെയ്യാം ഏതായാലും കൊറേ ദിവസമായില്ലേ അതോടെ ഞമ്മക്കിപ്പോ വേണമെങ്കിൽ എല്ലാരെ പോലും ടൈറ്റലും തമിഴിലെല്ലാം നെട്ടിക്കുന്നതും തേച്ചു പോകുന്നതും പിന്നെ അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോസ് എല്ലാം ചെയ്യാം എന്തിനാണ് ഉള്ള വീഡിയോ മതി നമ്മ എന്താകും അതിൽ ഇങ്ങനൊക്കെ ഉണ്ടാക്കി ഞാൻ മുമ്പത്തെ കൊറേ മാങ്ങനെ ഇവിടെ ഇത് ഉപ്പിലിട്ടിട്ടുണ്ടാക്കും അതും കൂടി കാണിച്ചു കൊടുക്കാം അത് അടിപൊളി ആയിട്ടുണ്ടാവും ഇപ്പൊ നോക്കട്ടെ ഞാൻ ഉപ്പിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് ബാക്കിലെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് മുറിച്ചിട്ട് വെക്കണം പക്ഷെ എനിക്ക് മുറിക്കാൻ പറ്റില്ല അപ്പുറത്തെല്ലാം ഉണ്ട് നല്ല ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഇതെന്നെ നോക്കേ ഗൈസ് ഞാൻ ഇപ്പൊ ഇത്രയും മാങ്ങ കവറിലിട്ട് ഇത് നമ്മൾ ഇടാൻ പോകുന്നതിന് മുമ്പ് ഇത്ര തന്നെ ഉണ്ടായിനെ അപ്പൊ കവറിലിട്ട് സംഭവം കുറയല്ലേ വേണ്ടത് അതാണ് ബർക്കത്ത് എന്ന് പറയുന്നത് ഇന്ന് ഉമ്മാന്റെ വയറെന്ന് പറയണം ഉമ്മക്ക് പാങ്ങ ഇങ്ങനെയാണ് പിന്നെ ഇതെല്ലാം ഞാൻ പറയാം ഈ കവറിൽ എത്ര പിടിക്കുന്നത് അത്രയും ഉമ്മാക്കാണ് പിന്നെ ബാക്കിയല്ലേ ബാക്കി എല്ലാവർക്കും കൊടുത്തു തീർക്കുന്നത് നമുക്ക് മോൾത്തെ വീട്ടിൽ അവർക്കൊന്നും കൊടുത്തിട്ടില്ല അവർക്ക് കൊടുക്കണം മൊബൈലിന്റെ അവിടെ കൊടുക്കണം ഇത് ഇറക്കണം പിന്നെ കുറച്ചാക്കം കൂടി കൊടുക്കണം നമ്മള് പോകുന്ന മാങ്ങ വേണ്ടാള് നേരെ ബന്ധപ്പെട്ടോ അപ്പുറം തക്കനോട് ചോദിച്ചാൽ മതി തക്കു കവറിൽ ഇട്ടിട്ട് വെക്കും തോട്ടി നല്ലുണ്ട് ഒരു 1000 രൂപ ഒരു തോട്ടി വാങ്ങിട്ട് ഇത്രയും ഉപകാരം ഉണ്ടാവും വിചാരിച്ചിട്ട് ഇനി പനി വന്നിട്ട് പനി വന്നാ ബാക്കി സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിട്ടാലോ മാമി കുടിക്കാവാ മാമി കുടിക്കാ ഇന്ന് കൊറേ നമ്മള് പണിയെടുത്തിപ്പോ സത്യം പറഞ്ഞ കൈയുടെ ഷോൾഡറിന്റെ ഇടവേദന എടുക്കുന്ന കാല് ഞാൻ തിരിച്ചറിഞ്ഞ മതിലെ ഏണിമെന്ന് ഇറങ്ങിയ സ്റ്റൈല് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിരിച്ചു നോക്കും എല്ലാരും ഇങ്ങനെ പക്ഷെ അത് കണ്ടിട്ടാകുമ്പില്ല അന്തം വിട്ടുപോയി അങ്ങനത്തെ അവസ്ഥയായി പോയി അതാണ് അങ്ങനെ ആയിപ്പോയെ കഴിയോ ഉമ്മാക്കാണെങ്കിൽ ഇങ്ങനെ ഷുഗർ എല്ലാം കൂടിയിട്ട് ഇൻസുലിൻ എല്ലാം വെക്കേണ്ടി വരും അല്ല ഇപ്പൊ ഓരോ ബേജാർ എന്താറിയോ ഇതെങ്ങനെ കണ്ണൂരെത്തിക്കും അതുണ്ട് അത് പക്ഷെ അത് ഒരാഴ്ചയായിട്ട് പോകുന്ന പറഞ്ഞപ്പോ നാളെ തന്നെ പോകുന്ന വെറുതെ അല്ല പക്ഷേ ഇല്ലേ ഓറെ കൊണ്ടൊരു 5 ഇത് ഒരു ഈ വാങ്ങിയില്ലേ ഒരു 5-6 എടുക്കും ഒരു 3 എടുക്കുമ്പോ 1 കിലോനാവും അത്രയും വലിയ വലിപ്പുള്ള മാങ്ങിയതാ ഇതല്ലോ ഇത് ഓരോ എത്ര എടുക്കും 10 എടുക്കുമ്പോ ഓരോ കൈവടി അപ്പൊ മതി നമുക്ക് നിർത്താം നല്ലൊരു എപ്പിസോഡ് എന്നത്തെ കൊല്ലം ഇതുപോലെ നല്ലോണം പിടിക്കാനും കൊടുക്കാനും എത്തിക്കാനും അല്ല വർക്കത്ത് ചെയ്യും നമുക്ക് തന്നെ എല്ലാവർക്കും എല്ലാവരുടെ മാവിലും പിടിക്കട്ടെ എല്ലാവരുടെ എന്തെങ്കിലും നട്ടു വളർത്തുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ അങ്ങനെ പിടിക്കുമ്പോ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ അതൊന്നും വേറെ തന്നെ അത് നമുക്ക് എത്ര പറഞ്ഞാലും അറിയിക്കാൻ പറ്റാത്ത ഒന്നും കാരണം വെച്ചാൽ നമ്മളെ വീട്ടിലൊരു സാധനം പിടിക്കുക അൽഹംദുലില്ലാ നമ്മളെ വീട്ടിൽ ഏകദേശം എല്ലാം ആയി എനിക്ക് ഒന്ന് ചിക്കുവിന്റെ കുഞ്ഞുമാരുണ്ട് അതിലൊരു ചിക്കു പിടിച്ച് റംബൂട്ടാൻ പൂത്തിട്ടുണ്ട് എനിക്ക് ഒന്ന് പൈനാപ്പിൾ പിടിച്ചിട്ടുണ്ട് ജാമ്പക്ക വാഴയുണ്ട് അപ്പൊ ഞമ്മള് നട്ട് പേരക്കുണ്ട് കൊല കൊത്താന് അതന്നെ വേറൊരു കുഞ്ഞു മാങ്ങ അതിങ്ങനെ പൊലത്തിന് ഇങ്ങനെ ഊമ്പി കഴിക്കുന്ന മാങ്ങ കുഞ്ഞു മാങ്ങ വലിയ ഉണ്ണി മാങ്ങല്ല
കുറച്ച് ഇത്തരക്കല്ലേ മാഷാല്ല ആദ്യം നമ്മുടെ ആശയം മുതലും കിടന്നില്ലേ നമ്മളിപ്പോ വേറെ വായി കണ്ടിട്ട് മാങ്ങ പക്ഷെ എന്നാലും ഇല്ലേ എന്നെ എത്ര നമ്മളെ വീട്ടിൽ പിടിച്ചായില്ലേ വേറെ ആളെ മാവ് നിറഞ്ഞിട്ട് കാണുമ്പോ ഒരു നോട്ടുണ്ട് മാങ്ങ നോക്കിയേ അതെന്താന്ന് അറിയില്ല നിങ്ങൾക്കെല്ലാം സ്വഭാവം ഉണ്ട് പറഞ്ഞാൽ എനക്ക് ആ സ്വഭാവം ഉണ്ട് എന്റെ ഇപ്പൊ ഇത്രയും മാങ്ങുണ്ട് ഞാൻ ഇന്നൊരു മാങ്ങ പറിച്ചെടുത്ത് തന്നിട്ടില്ല എനക്ക് മടുത്ത് കണ്ടിട്ട് പക്ഷെ വേറെ ആളെ വീട്ടിൽ പോണം മാങ്ങയും ചക്കയിലെ കണ്ടാൽ ഒരു പൂതി വരാന് മുളകിടലും അത് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബൈ. മുത്തു പനിയുണ്ടെന്നല്ലേ. അയ്യോ